ഡൽഹിയിലാണ് ഈ കൊച്ചുമിടുക്കൻ്റെ കഥ. അവിടെ ഫുട്പാത്തിലിരുന്നൊരു ചെറിയ കുട്ടി ഇങ്ങനെ പഠിക്കുന്നത് കണ്ടപ്പോൾ ഫോട്ടോഗ്രാഫറായ ഹരിക്ക് ഒരു കൗതുകം തോന്നി. അടുത്ത് ഇരുന്നു എന്താണ് എന്ന സംഭവം അന്വേഷിച്ചു. അപ്പോൾ പഠിത്തത്തിനൊപ്പം തൻ്റെ കുടുംബത്തെ സഹായിക്കാനായി ഹെയർ ബാൻഡൊക്കെ വിൽക്കുന്ന ഒരു 6ാം ക്ലാസ്സുകാരനാണ് ഈ പവൻ എന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പവൻ്റെ കഥ വന്നു. അത് വലിയ ഹിറ്റായി. ആളുകളൊക്കെ പവനെ സന്തോഷത്തോടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. അപ്പോൾ ആ വീഡിയോ വൈറലായതോടെ സഹായങ്ങൾ ഒരുപാട് പവനെ തേടിയെത്തി എന്നതും ശ്രദ്ധേയമാണ്. പക്ഷെ അവരോടൊക്കെ, ഈ സഹായമായി എത്തിയവരോടൊക്കെ കുഞ്ഞു പവൻ പറയുന്നത്, എനിക്ക് പണമൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ഭയ്യ ഹെയർ ബാൻഡ് വാങ്ങിയാൽ എനിക്ക് സന്തോഷമായി എന്നാണ്. क्या करता है तू पढ़ाई के अलावा? ये बेचता है हेयर बैंड. अच्छा, घर पे क्यों नहीं पढ़ता? രഞ്ജുഷ രാമകൃഷ്ണനുണ്ട്. രഞ്ജുഷ, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കേരളത്തിലൊരു കഥ കണ്ടാണല്ലേ, ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ റോഡ് സൈഡിലിരുന്ന് പഠിക്കുന്നതും അവനിലേക്ക് സഹായങ്ങളൊക്കെ എത്തുന്നത്. ഇത് ഒരു 6ാം ക്ലാസ്സുകാരൻ. ഒന്ന് ആലോചിച്ച് നോക്കി. ആ വയസ്സിൽ ഞാൻ ജോലിയെടുത്തൊരു കുടുംബത്തെ പോറ്റുകയെന്നൊക്കെ ചിന്തിക്കേണ്ട പ്രായം പോലും ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നു. സഹായങ്ങൾ വരുമ്പോഴും അത് വേണ്ട, ഈ ഹെയർ ബാൻഡ് വാങ്ങിയാൽ മതി എന്ന് പറയണമെങ്കിൽ അവൻ്റെ ഒരു ആത്മാഭിമാനവും വലുതാണ്. പറയൂ അവനെക്കുറിച്ച്. ദിവിഷ്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല, പലരുടെയും ജീവിതം പല രീതിയിലാണ്. ഇവിടെയുള്ളത് പവൻ എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുക്കനാണ്. അവൻ തെരുവോരങ്ങളിൽ ഇതിരുന്നാണ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹെയർ ബാൻഡ് വിൽപ്പനയും നടത്തുകയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഒരു ഭാരമാണ് ഈ കൊച്ചു മിടുക്കൻ ചുമലിലേറ്റിയിരിക്കുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത് ഡൽഹിയിലെ ഫോട്ടോഗ്രാഫറായ ഹാരിയാണ്. ഈ ദൃശ്യങ്ങൾ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഈ വീഡിയോയ്ക്ക് 10 മില്യൺ വ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി തന്നെ ഈ കൊച്ചുമിടുക്കനെ സഹായിക്കാൻ നിരവധി പേരെത്തിയെങ്കിലും തനിക്ക് സഹായം ഒന്നും വേണ്ട, തൻ്റെ ഹെയർ ബാൻഡ് വാങ്ങൂ എന്നാണ് ഈ കൊച്ചുമിടുക്കൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രചോദനം നൽകുന്നതാണ് ഈ മിടുക്കൻ്റെ വാക്കുകൾ. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ ഈ ഒരു 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളിലേക്ക് ചെന്ന് അവിടെ നമ്മുടെ കൂട്ടുകാർ കൊണ്ടുവന്ന പല സാധനങ്ങളും കണ്ട് തിരിച്ചെത്തി വീട്ടുകാരോടൊക്കെ അമ്മേ എനിക്കത് വേണം, അല്ല അച്ഛ എനിക്ക് ഇത് വേണം എന്ന് പറയുന്ന ഒരു പ്രായമായിരുന്നു, ഒരു അവസ്ഥയായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. എന്നാൽ ഈ കൊച്ചുമിടുക്കൻ തൻ്റെ പഠനവും അതുപോലെ തന്നെ വീട്ടുകാരെ നോക്കുന്നതും എല്ലാം കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഹാരി ഈ കൊച്ചുമിടുക്കനോട് സംസാരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവൻ പറയുന്നത്, തൻ്റെ അച്ഛൻ കൊൽക്കത്തയിൽ ജോലി ചെയ്യുകയാണ്, അമ്മ വീട്ടിൽ തന്നെയാണ്, തൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തരം ഒരു വിൽപ്പനയുമായി ഇറങ്ങിയിരിക്കുന്നത്. തനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് തെരുവിൽ ഈ ഹെയർ ബാൻഡ് വിൽപ്പനയ്ക്കൊപ്പം തന്നെ തൻ്റെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറെ മോട്ടിവേഷൻ തരുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണിത്. നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ട, അതായത് ആ ഒരു പ്രചോദനം, അവൻ്റെ ആ ഒരു മനോവീര്യമെല്ലാം നമ്മൾ ഏറെ കണ്ടു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്.